ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇളനീരപ്പമാണ്. അത് ദോശത്തവയിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടോ വെള്ളപ്പം തട്ടിലൊഴിച്ചിട്ടോ അല്ലെങ്കിൽ വട്ടയപ്പം പോലെയോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. സാധാരണ നമ്മൾ നാളികേരം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പത്തിനെക്കാട്ടൊക്കെ ഭയങ്കര ടേസ്റ്റിലുള്ളതാണ് ഈ ഇളനീര് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിന് ഞാനെടുത്തിരുന്നത് 2 ഇളനീരിൻ്റെ കാമ്പാണ്. അതുപോലെ പിന്നെ ഒരു 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം പഞ്ചസാര ഇട്ടു. പിന്നെ എനിക്ക് മധുരമില്ലാന്ന് തോന്നിയ കാരണം ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഒരു ടേസ്റ്റിനുള്ള അളവാണ് പറയണത്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ആ 2 ഇളനീരിൻ്റെ വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5-6 മണിക്കൂർ പുളിക്കാൻ വയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ഈസ്റ്റ് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചാൽ ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് സോഡാപ്പൊടി ഇടാം. സോഡാപ്പൊടി ഇടുമ്പോൾ അത് ഉണ്ടാക്കണേക്കാട്ടും കുറച്ച് മുമ്പ് ഇട്ടാൽ മതി. ആദ്യം തന്നെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ മുമ്പെങ്ങാനും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അപ്പം ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഒരു കണ്ടില്ലേ ദോശമാവിൻ്റെ പരുവം. ഇത് പൊന്തി നന്നായി പൊന്താൻ വേണ്ടി വരിക്കുക ഒരു 5-6 മണിക്കൂർ. ഈ പൊന്തി കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം മാത്രം ഉപ്പ് ചേർത്താൽ മതിയിട്ട് ഉണ്ടാക്കണ സമയത്ത്. ഈ സമയത്ത് ഈസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇഡ്ഡലിയോ ദോശ പോലെയോ വെള്ളയപ്പം പോലെയോ അല്ലെങ്കിൽ ഇനി വട്ടയപ്പം പോലെയോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ നാളികേരമൊക്കെ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിനെക്കാട്ടും നല്ല സോഫ്റ്റിലാണ് വെള്ളയപ്പം വരുന്നത്. ഇനി നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതൊന്നും ഇട്ടില്ല. അവസാനം വെറുതെ ഡെക്കറേഷന് മാത്രം ഒരു ചെറിയ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. അല്ലേ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ചെറുതായി പരത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നല്ലോണം അങ്ങനെ പൊന്തി വരും, നല്ല ഇതായിട്ട് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇഡ്ഡലിയും സാധാരണ ഒരു ഇഡ്ഡലി വേവണ സമയം തന്നെ എടുക്കണുള്ളൂ കേട്ടോ. ഇഡ്ഡലിക്ക് പകരം നമുക്ക് തട്ടിലൊഴിച്ചിട്ട് ഉണ്ടാക്കാം വട്ടയപ്പം പോലെ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.